ഹലോ, നമ്മുടെ മഴതോറും മുൻപേ സീരിയലിൻ്റെ ഒരു പ്രൊമോയിലോട്ട് നമുക്കൊന്ന് പോയാലോ? അപ്പോൾ നമ്മുടെ അലീനയുടെയും നമ്മുടെ വൈജയന്തിയും ബാലേന്ദ്രൻ്റെയും അതുപോലെ മനുവിൻ്റെയൊക്കെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബബിത ഹോസ്പിറ്റലിൽ അച്ഛൻ കിടക്കുകയാണ്, ബാലേന്ദ്രൻ കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൃഷ്ണജക്കുട്ടി അന്ന് ഹോസ്പിറ്റലിൽ അച്ഛനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ ബബിത അന്ന് ക്ലാസ്സിന് പോവാണ്ട് നിൽക്കുകയാണ്, കോളേജിൽ പോയിട്ടില്ല. അപ്പോൾ എന്താണ് വയ്യാത്തത് കൊണ്ട് പോയില്ല എന്നുള്ള റീസണാണ്. പക്ഷേ ബബിതയുടെ ഉള്ളിൽ വേറൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അതായത് തൻ്റെ കാമുകനെ എപ്പോഴും വിളിച്ചിട്ട് എന്ത് ചെയ്താൽ അവൻ സമ്മതിക്കുന്നില്ല. നമുക്ക് ഇങ്ങനെ ഫോണിൽ കൂടെ സംസാരിച്ചാൽ പോരാ, നീ ഒന്ന് പുറത്തിറങ്ങും, നമുക്ക് എങ്ങോട്ടെങ്കിലും പിക്നിക്കിനൊക്കെ പോകാമെന്നും പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിർബന്ധം കേട്ട് അവസാനം ബബിതയ്ക്കും ഒരു കാണാനുള്ള ആഗ്രഹവും, കുറച്ച് നേരം അടുത്തൊക്കെ ഇരുന്ന് ആ ഒരു കാമുകൻ കാമുകി ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, ആ ഒരു ലെവലിലോട്ടൊക്കെ നമുക്കൊന്ന് ഇരിക്കണം എന്നൊക്കെയുള്ള ഒരു ഫീലിങ്സാണ് ബബിതയ്ക്ക്. അങ്ങനെ ബബിത പ്ലാൻ ചെയ്ത് അന്ന് കോളേജിൽ പോകാണ്ടിരിക്കുന്നത്. കാരണം ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങാൻ പോയാൽ എന്തായാലും അമ്മ അറിയും. അപ്പോൾ തലവേദനയോ മറ്റെന്തെങ്കിലും പറഞ്ഞ് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത്രയും പ്രശ്നമില്ലല്ലോ. അങ്ങനെ നമ്മുടെ ബബിത അന്നത്തെ ദിവസം കൃഷ്ണക്കുട്ടി അച്ഛനെ കാണാൻ പോയി. ആ സമയം വീട്ടിൽ പിന്നെ മുത്തശ്ശി രാവിലെ ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങുകയാണ്. പിന്നെ അലീന മാത്രമല്ലേ ഉള്ളൂ, അവൾക്ക് എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും ആ സമയം അവനെ വിളിച്ചു വരുത്താം, എന്നിട്ട് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്യാമല്ലോ, ഫ്രണ്ടാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ നമ്മുടെ ബബിത അവനെ വീട്ടിലോട്ട് വരാനായിട്ട് ക്ഷണിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഒരാൾ വന്ന് കോളിംഗ് ബെല്ല് അടിക്കുകയാണ്. അപ്പോൾ ബബിത വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ. ബബിത ഓടി ചെന്ന് ഡോറ് വന്നപ്പോൾ തൻ്റെ കാമുകൻ എത്തിക്കഴിഞ്ഞു. അങ്ങനെ വന്ന് ഇരിക്കാനൊക്കെ പറഞ്ഞ് ഹോളിൽ ഇരുന്ന് അങ്ങനെ രണ്ടുപേരും അടുത്തൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അലീന എന്തോ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഹോളിലോട്ട് വന്നപ്പോൾ ബബിത അയാൾ ആ വന്ന ചെറുക്കൻ്റെ കൂടെ ചേർന്നിരിക്കുന്നു, കൈയൊക്കെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അലീനയെ കണ്ടപ്പോൾ പതുക്കെ ബബിത കൈ അങ്ങെടുത്ത് മാറ്റി. കാരണം പേടി, ഇനി എങ്ങനെ അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുമോ. അപ്പോൾ അലീന അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചോ, ഇതാരാ വന്നിരിക്കുന്നത്? അതെൻ്റെ ഫ്രണ്ടാണ്. ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? നീ ഇന്ന് ക്ലാസ്സിൽ പോകാതെ നീ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ഇങ്ങനെ അലീന ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബബിത എടുത്ത വായി തന്നെ പറയുന്നുണ്ട്, അതെ, സർവൻറ്റിൻ്റെ കാര്യം ചോദിച്ചാൽ മതി, വേറെ വലിയ കേസിലൊന്നും നീ ചോദിക്കാൻ വരണ്ട എന്നൊക്കെ ഇങ്ങനെ ബബിത എടുത്തടിച്ച് മറുപടി പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഇതൊന്നും ശരിയായ കാര്യമല്ല, ഞാനൊരു കാര്യം ചെയ്യാം, മാഡത്തിനൊന്ന് വിളിക്കാം. അപ്പോൾ അലീന ബബിത അത് പറഞ്ഞതിന് തട്ടി കയറുകയാണ്. അവസാനം നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി, എൻ്റെ കാര്യത്തിൽ അന്വേഷിക്കാൻ നീ വരണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അലീന നേരെ മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയണം. അപ്പം മുത്തശ്ശി പറഞ്ഞു, അവളെ എൻ്റെ അടുത്തോട്ട് വരാൻ പറഞ്ഞേ. അങ്ങനെ മുത്തശ്ശി വിളിക്കണമെന്ന് വന്ന് ബബിതയുടെ അടുത്ത് പറഞ്ഞപ്പോൾ, ഓ, നീ അവിടെ ചെന്ന് എപ്പോഴേക്കും വിളമ്പിയോ? അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ചെന്ന് മുത്തശ്ശിയുടെ അടുത്ത്. അപ്പോൾ മുത്തശ്ശി ചോദിച്ചു, ആരാടി ഈ വന്നേക്കണേ? അതെൻ്റെ ഫ്രണ്ട്. ഏത് ഫ്രണ്ട്? നീ ഇന്ന് ക്ലാസ്സിൽ പോകാത്ത തന്നെ. മുത്തശ്ശി അങ്ങോട്ട് എടുത്തിട്ട് അലക്കിയാണ്. അപ്പോൾ കാണാൻ ബബിത എടുത്തടിച്ച് മറുപടി പറയണം, മുത്തശ്ശിയുടെ കാര്യം നോക്കിയാൽ മതി, എന്നെ ഭരിക്കാനൊന്നും മുത്തശ്ശി വരണ്ട, മുത്തശ്ശി ആരാ എന്നെ ഭരിക്കാനെന്നൊക്കെയുള്ള രീതിയിൽ എടുത്തടിച്ചണക്ക് അങ്ങ് ബബിത സംസാരിക്കണേ. നീ ആരോടടി സംസാരിക്കണേന്ന് അലീന ചോദിക്കുന്നുണ്ട്. നീ ആരടുത്താ ബബിത ഈ സംസാരിക്കുന്നത്? മുത്തശ്ശിയല്ലേ അത്? നീ നിൻ്റെ കാര്യം നോക്കുമെന്ന് പറയും തിരിച്ച്. അപ്പം മുത്തശ്ശി പറയും, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നെങ്കിൽ നിൻ്റെ കാരണം പൊളിച്ചേനെ. എന്നിട്ട് അലീനയുടെ അടുത്ത് മുത്തശ്ശി പറയും, നീ ആ ഫോണിങ് എടുത്ത് ഞാൻ വൈജയനൊന്ന് വിളിക്കട്ടെ, ഇവിടെ എവിടെ ഒരുത്തരം വിളിച്ച് ഇവിടെ കയറ്റിയിട്ടുണ്ടെന്ന് എന്തിനാണെന്ന് എനിക്ക് ചോദിക്കണം. നീ ഒന്നുകിൽ അവനെ പറഞ്ഞു വിട്ടോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ വൈജയന്തിയെ വിളിക്കൂ എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ബബിതയ്ക്ക് പേടിയായി. അപ്പോൾ തന്നെ ബബിത റൂമിൽ നിന്ന് വെളിയിലിറങ്ങി. അപ്പോൾ അതിൻ്റെ ഒപ്പം അലീനേനെ മുത്തശ്ശി പറഞ്ഞു വിട്ടു, ഇപ്പോഴത്തെ കാല ഇനി എന്തൊക്കെ കാണിച്ചു കൂടണേന്ന് അറിഞ്ഞല്ലോ, അതുകൊണ്ട് നീയും ചെല്ലും മോളേന്ന് പറഞ്ഞ് മുത്തശ്ശിക്ക് വെപ്രാളെടുക്കുക. ഒരു അന്യ ചെറുക്കനല്ലേ, എന്താ ഏതാ ഒന്നും അറിയില്ല, എവൾ പറയണ വിശ്വസിക്കാൻ പറ്റുമോ? ഫ്രണ്ടാണോ? അങ്ങനെയൊന്നും ഒരു ചെറുക്കനൊന്നും ഒരു വീട്ടിൽ കയറി വരുമോ അങ്ങനെ? അപ്പോൾ മുത്തശ്ശി അലീനയെ കൂടെ പറഞ്ഞ് വിട്ടപ്പോൾ ഈ ബബിത അലീന വെളിയിറങ്ങിയപ്പോൾ പറഞ്ഞു, നിന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ടടി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശി ആകെ കലിപ്പില്ല, ഇനി അമ്മയെ വിളിച്ച് എങ്ങനെ പറഞ്ഞു കൊടുത്തല്ലോ, അതുകൊണ്ട് നീ പൊക്കോ എന്ന് പറയുന്നുണ്ട്. അവനൊരു കുഴഞ്ഞ് ഇനിയിപ്പോൾ എന്താ പുറത്ത് വെച്ചെന്ന് നമുക്ക് കാണാം എന്നുള്ള രീതിയിൽ പിന്നെ അവനെ പറഞ്ഞങ്ങ് വിടുകയാണ്. എൻ്റെ ബബിത അവിടെ കിടന്ന് അങ്ങോട്ട് ഷൗട്ട് ചെയ്യണം, അലീനയുടെ മേത്തങ്ങൾ കയറാണ്, നിന്നെ ഞാൻ വെച്ചിട്ടുണ്ട്, നിനക്ക് കാണിച്ചു തരുന്നുണ്ട്, ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും അലീനയ്ക്ക് ഉള്ളിൽ എൻ്റെ അനിയത്തിയല്ലേ, അവളെ വഴിതെറ്റി പോയി കഴിഞ്ഞാൽ ആരാ ഉള്ളത് എന്നുള്ള ഒരു സങ്കടവും ദുഃഖമാണ് അലീനയ്ക്ക്. അപ്പോൾ അതങ്ങനെ. പിന്നെ ഹോസ്പിറ്റലിലെ രംഗം കാണിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ബാലേന്ദ്രൻ ഏകദേശം ഡിസ്ചാർജ് ആവാനുള്ള കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ നമ്മുടെ കൃഷ്ണജക്കുട്ടി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛ എങ്ങനെയുണ്ട്, ഇപ്പോൾ കുറവായി വരുന്നു മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും എൻ്റെ അച്ഛൻ്റെ രൂപമൊക്കെ അങ്ങ് മാറിപ്പോയി, അച്ഛൻ എന്താ പറ്റിയത് അച്ഛാ, ഇതുവരെ അമ്മയെ കാണാൻ പോലും അച്ഛ കൂട്ടാക്കിയിട്ടില്ല, നിനക്ക് വൈജയുടെ കാര്യം അല്ലാണ്ട് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ കൃഷ്ണജി എന്ന് ചോദിക്കുന്നുണ്ട്. അതെന്താ അച്ഛ ഇത്ര വെറുപ്പ്? എനിക്ക് കേൾക്കണ്ട, എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് മേലാൽ പറയേണ്ട. അവിടെ നിന്ന് എണീക്കാനൊക്കെ നോക്കിയപ്പോൾ സിസ്റ്റർ വന്ന് സമാധാനപ്പെടുത്തി
വരുത്തി നിർത്തുകയാണ്. പിന്നെ ബാലചന്ദ്രൻ ഡിസ്ചാർജ് ആവാനുള്ള കാര്യങ്ങൾ നോക്കണം. ഡിസ്ചാർജ് ആവാനുള്ള ബില്ല് സെറ്റിൽ ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ മനുവിനെ ഏൽപ്പിക്കുകയാണ്. അത് വൈജയെ ഏൽപ്പിക്കുന്നില്ല. അപ്പോൾ വൈജ മനു കേക്ക് ബാലേന്ദ്രൻ കിടക്കുന്ന റൂമിൽ നിന്ന് പറയുന്നുണ്ട്, ഇത് കുറേ ദിവസമായി ഞാൻ എന്തോ ഭീകരമായി തെറ്റ് ചെയ്ത മട്ടിലാണ് ബാലചന്ദ്രൻ്റെ പെരുമാറ്റം, ഞാൻ എന്ത് ചെയ്തിട്ടാ, ഇതിപ്പോൾ എത്ര ദിവസമായി എന്നും പറഞ്ഞ് ആ ദേഷ്യം മൊത്തം വൈജി അങ്ങോട്ട് തീർക്കുകയാണ്. നീ നിൻ്റെ കാര്യം നോക്കിക്കൊള്ളാം, എൻ്റെ കാര്യങ്ങളിൽ നീ ഇടപെടണ്ട എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ഷൗട്ട് ചെയ്യാണ്. അത് കഴിഞ്ഞ് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വരുന്ന ബാലചന്ദ്രൻ പിന്നെ മേളിലത്തെ റൂമിലാണ്, വൈജയുടെ റൂമിലോട്ടേ പോകുന്നില്ല, മേളിലാണ് കിടക്കണം. അപ്പോൾ വൈജ ആ ബാലേന്ദ്രൻ്റെ റൂമിൽ വരുമ്പോഴും ബാലേന്ദ്രൻ വൈജയനെ അകറ്റി വീടാണ്. ഇവിടെ നീ നിൽക്കണ്ട, നീ പൊക്കോ, നീ എന്തിനാ എൻ്റെ റൂമിൽ, ഞാൻ എൻ്റെയും നിൻ്റെയും നടുക്ക് ഒരു ലക്ഷ്മണ രേഖ വരച്ചിട്ടുണ്ട്, ഞാൻ ഒരിക്കലും നിൻ്റെ അടുത്തോട്ടും വരില്ല, നീ എൻ്റെ അടുത്ത് വരുന്നത് എനിക്കിഷ്ടമല്ല എന്നിങ്ങനെ തീർത്ത് പറയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ ബബിതയുടെയും രോഹിത്തിൻ്റെയും കൃഷ്ണജയുടെയും നമ്മുടെ ബാലേന്ദ്രൻ്റെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് ഈ വൈജ ദേഷ്യം, ഇതിനെല്ലാം കാരണക്കാരി ഈ കുടുംബം നിൻ്റെ കാലെടുത്ത് വെച്ചതോടുകൂടി ഈ കുടുംബം ഇതുപോലെ താറുമാറാവാൻ കാരണം നീ ഒറ്റ ഒരുത്തിയാണ് എന്ന രീതിയിൽ വൈജയ് അങ്ങോട്ട് അലീനേനെ അങ്ങോട്ട് എടുത്തിട്ട് പൊരിക്കുകയാണ്. അലീനയാണെങ്കിൽ സാറ് വന്നു കഴിഞ്ഞാൽ അന്ന് എന്നെ പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ച് കുറേ ഷൗട്ട് ചെയ്യുകയാണ് നമ്മുടെ വൈജ അലീനേനെ. എന്നിട്ട് ലാസ്റ്റ് അലീനേനെ ഒരൊറ്റ അടി കൊടുക്കണം. പക്ഷേ ആ സമയത്ത് നമ്മുടെ ബാലേന്ദ്രൻ എഴുന്നേൽക്കുകയാണ്. അപ്പോൾ കൃഷ്ണജ അച്ഛാ ചാടി എഴുന്നേൽക്കല്ലേ എന്ന് പറഞ്ഞ് കൃഷ്ണജ സമാധാനപ്പെടുത്തി അവിടെ ഇരുത്തുകയാണ്. പക്ഷേ ഇതോടുകൂടി നമ്മുടെ അലീന ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. വൈജയന്തിക്ക് നേരെ എതിർത്ത് തന്നെ അലീന നിൽക്കുന്നുണ്ട്. രണ്ടും കൽപ്പിച്ച് ഇനി എന്താണ് ഏതാണ് ഇനി പറഞ്ഞതെന്നുള്ളതെല്ലാം നോക്കി അലീന ആ രീതിയിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഇനി എന്തായാലും നമ്മുടെ ഈ മഴതോറും മുൻപേ സീരിയലിൽ ഇനി ഒരിക്കലും ബാലചന്ദ്രനും നമ്മുടെ പിന്നെ വൈജയന്തിയും ഇനി ഏത് രീതിയിലാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെന്നും ബാലചന്ദ്രൻ ഈ സത്യങ്ങളൊക്കെ വൈജയന്തിയെ കൊണ്ട് പറയിപ്പിക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് നോക്കാം. അതിനിടയിൽ നമ്മുടെ ഗംഗാധരനും നമ്മുടെ മാലതിയും കൂടെ വരികയാണ്. അന്നേരം ബാലേന്ദ്രൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തൊക്കെയാണ് അങ്ങനെ അവർ വരുന്നുണ്ട്. അവർ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ഹോസ്പിറ്റലിൽ പോയാലോ എന്ന് മാലതി ചോദിക്കുമ്പോൾ ഗംഗാധരൻ പറയും വേണ്ട, ഒന്നാമത് ബാലേന്ദ്രൻ ഇപ്പോൾ ഒരു സ്ട്രോക്ക് വന്നില്ല, നമ്മളെ കാണുമ്പോൾ ആ ടെൻഷനും ആ സംസാരമൊക്കെ കൂടി ഒരു ബുദ്ധിമുട്ട് വരുത്തണം, നമുക്ക് അമ്മയുടെ അടുത്ത് തന്നെ പോകാമെന്നും പറഞ്ഞിട്ട് അവർ നേരെ ബാലേന്ദ്രൻ്റെ വീട്ടിൽ തന്നെ പോവാണ്. അങ്ങനെ അവിടെ ചെന്ന് കോളിംഗ് ബെൽ അടിക്കുമ്പോൾ നമ്മുടെ അലീനയാണ് വന്ന് ഡോറ് തുറക്കുന്നത്. അങ്ങനെ അലീന വന്ന് ഡോറ് തുറക്കുന്ന സമയത്ത് പരിചയമില്ലാത്ത രണ്ടുപേരാണ്. അപ്പം ആരാന്ന് ചോദിക്കും അലീന. അപ്പോൾ ഞാൻ ഗംഗാധരനാണ്, വൈജയുടെ ബ്രദറാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അലീന ഒരു മിനിറ്റ് ഒന്ന് പകച്ചു പോവാണ്. കാര്യം എന്ന് വെച്ചാൽ തൻ്റെ അമ്മ പ്രസവിച്ചത് ഇവരെയൊക്കെ സ്ഥലത്ത് ആഗ്രഹം ആ ഒരു കാര്യങ്ങളൊക്കെ അലീന ഒരു നിമിഷം സ്റ്റക്കായിട്ട് നിന്ന് ആലോചിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ തൻ്റെ വലിച്ചനായിട്ട് വരുന്ന ആ ഒരു റിലേഷനുള്ള ആളല്ലേ. പക്ഷേ അലീനയെ കണ്ടപ്പോഴും അവർക്കൊരിക്കലും സർവൻ്റ് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരിക്കലും അലീനയെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നത്തില്ലല്ലോ. അപ്പോൾ അവരും ഇങ്ങനെ അതിശയിച്ച് നോക്കുകയാണ്. അപ്പോൾ അമ്മ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ മുത്തശ്ശിയുടെ റൂമിലോട്ട് അലീന അവരെ കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പോൾ മുത്തശ്ശിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കും, ബാലേന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ കുറവുണ്ട് ഈ കൊച്ചുള്ളത് കൊണ്ട്. മുത്തശ്ശിക്ക് ഇവരെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സങ്കടവും പരാതി പറച്ചിലൊക്കെ ആയിരുന്നു. കുറേ കരഞ്ഞു കേട്ടോ. എന്നിട്ടാണ് ബാലേന്ദ്രൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ കുട്ടി കറക്റ്റ് ടൈമിന് അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ബാലേന്ദ്രന് കൊടുത്ത് ആംബുലൻസ് വിളിച്ച് വരുത്തി കൊണ്ടുപോയത് കൊണ്ടാണ് നമ്മുടെ ബാലൻ രക്ഷപ്പെട്ടതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അവർ ഒരു എന്തോ ഒരു ഇതിൽ അലീനേനെ നോക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ എവിടെയോ കണ്ടു മറന്ന ഒരു മുഖം, അല്ലാണ്ട് ഒരു ആത്മബന്ധം അലീനേനെ കാണുമ്പോൾ അലീന തല കുനിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് അവർക്ക് ചായ ഇടാൻ വേണ്ടി പോവാണ്. പക്ഷേ അലീനയെ കണ്ടതു മുതൽ ഈ നിമിഷം വരെ അവരെവിടെയോ കണ്ടു മറന്നൊരു മുഖം പോലെ, തൻ്റെ ബന്ധങ്ങൾ ഉള്ളതുപോലെ അലീനയ്ക്ക് അവരുമായിട്ടൊരു ബ്ലഡ് റിലേഷൻ അങ്ങനെയുള്ളൊരു ഫീലിങ്സ് അവർക്ക് രണ്ടുപേർക്കും, മാലതിക്കും ഗംഗാധരനും ഒക്കെ തോന്നുകയാണ്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഇടയിൽ ഈ ബബിതയും രോഹിത്തും ഒക്കെ ചേർന്ന് വൈജയന്തിനെ നല്ല പോലെ എരിവിച്ച് കയറ്റി കൊടുക്കുകയാണ്. കാരണം അലീന ഭരണമായിരുന്നു, അതായിരുന്നു, ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ദേഷ്യവും നമ്മുടെ ബാലചന്ദ്രൻ മിണ്ടാത്തതിൻ്റെ എല്ലാ ദേഷ്യവും കൂടെയാണ് ഈ വൈജ അലീനയെ തല്ലാനുണ്ടായ കാരണം. അപ്പോൾ നമ്മുടെ അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മുടെ മാലതി കാറിലിരുന്ന സമയത്ത് ബാലേന്ദ്രൻ്റെ അടുത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. വീട്ടിൽ പോകുമ്പോൾ ഗംഗാധരൻ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വൈജയുടെ അടുത്ത് ഈ ദേഷ്യമൊക്കെ ഒന്ന് കുറച്ചും കൂടെ സൗമ്യമായിട്ട് പെരുമാറാനും ഒക്കെ
എന്നൊക്കെ ഒന്ന് നിങ്ങൾ പറയണം. ഞാൻ പറയുന്നുണ്ട്. കാരണം വെച്ചാൽ ഒരു കുടുംബമല്ലേ, ഇത്രയും കാര്യപ്രശ്നങ്ങളുണ്ട്. എന്നാലും വൈജയ്ക്കാണെങ്കിൽ ആരെടുത്ത് എന്ത് പറയണമെന്നുള്ള ഒരു ഐഡിയ ഒന്നുമില്ല. എടുത്തടിച്ച് എനിക്ക് മറുപടി കൊടുക്കും. ആ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റാനും കൂടെ നിങ്ങളൊന്ന് പറയണം ഗംഗേട്ടാന്ന് നമ്മുടെ മാലതി പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ഇൻട്രോ ഒക്കെ ഇതാണ് നമ്മുടെ മഴതോരും മുൻപേ സീരിയലിൽ ഇനിയൊക്കെ വരാനിരിക്കുന്ന ഓരോ ഇൻട്രോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.